ഇതിൽ നിന്ന് ഇന്ന് രാവിലെ ചാടിയതാണ് ഈ മാങ്ങ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇത് 10 ബഡ് ചെയ്തിരിക്കുന്ന മാവാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ മൊത്തം മെയിൻറ്റെയിൻ. അതുകൊണ്ട് നമ്മുടെ ഫ്രൂട്ട്സിനൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ജപ്പാൻ പേരയാണ് ഏറ്റവും ടേസ്റ്റി പേര. ഭയങ്കര ക്രിസ്പിയാണ്, നമുക്ക് നല്ല മധുരമാണ്. ഹൈ റേഞ്ചിലുള്ള ഒരു വെറൈറ്റി ആട്ടോ ഇത്. കാണുമ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാട് കയറി കിടക്കണ കാണുമ്പോൾ മക്കൾ പറയും, ഓ ഇത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കയ്യിൽ കിട്ടണം, നല്ല സൂപ്പർ ആയേനെന്ന്. ഇവിടുന്ന് നമുക്ക് ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച് തന്നെ ജ്യൂസ് അടിച്ച് അതൊരാൾക്ക് കൊടുക്കുമ്പോൾ ഉള്ള സന്തോഷം ഭയങ്കര സന്തോഷമാണല്ലോ. എൻ്റെ പേര് മൃദുലഹരി. എൻ്റെ വീട് മൂവാറ്റുപുഴയാണ്. ഇത് എൻ്റെ ടെറസാണ്, എൻ്റെ വീട്ടിലെ ടെറസാണ്. ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലും മാവുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ 250 ലിറ്ററിൻ്റെ ഡ്രമ്മ് വാങ്ങിച്ച് കട്ട് ചെയ്ത് രണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ താഴത്ത് ഇതിപ്പോൾ ടെറസ് ആയതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ താഴത്ത് ഇതുപോലെ കാല് വച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലൂടെ വെള്ളം ഊർന്നു പോയിക്കൊള്ളും. അപ്പോൾ കെട്ടി നിൽക്കുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മളിവിടെ മാവ്, പേര, അങ്ങനെ കുറേ വെറൈറ്റികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ മാവെല്ലാം നമ്മുടെ ഇതിലൊരു 2 മാവ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ കാച്ചതാണ് കേട്ടോ. ഇവിടെ നാംടോക്കി ഉണ്ട്, പിന്നെ അമർപ്പാളി, കാലാപ്പാടി, തായ്വസ്ത, പിന്നെ നാസിപ്പസന്ത്, ജംബോ റെഡ്, അതെല്ലാമാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അല്ലാതെ നമ്മുടെ വേറെയും ഡ്രമ്മിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്നുണ്ട് മാവുകൾ തന്നെ. മാവുകൾ കൂടുതലും നമ്മൾ ഡ്രമ്മിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ ആവശ്യത്തിനുള്ള മാങ്ങ കിട്ടുക എന്ന ഉദ്ദേശത്തോടെയാണ്, വെറൈറ്റി മാങ്ങകൾ കഴിക്കാം ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഡ്രമ്മിൽ നമ്മൾ പേരകൾ വെച്ചിട്ടുണ്ട്. അത് പേരകളുടെ വെറൈറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇത് ജപ്പാൻ പേര, പിന്നെ അർക്കാക്കിരൻ, പിന്നെ VNR, റെയിൻ ഫോറസ്റ്റ് ഗുവ, സ്ട്രോബെറി ഗുവ, അങ്ങനെ പേരകളുടെ വെറൈറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാവൽ വെച്ചിട്ടുണ്ട്, ബേറാപ്പിൾ വെച്ചിട്ടുണ്ട്, നാഗ്പൂർ ഓറഞ്ച് ഉണ്ട്, പിന്നെ സീഡ്ലെസ് ലെമൺ, കാമു, പിന്നെ ഗ്രൂമിച്ചാമ, ബുഷ് ഓറഞ്ച്, ബിഗിനെ, ലില്ലിപ്പില്ലി, അങ്ങനെ കുറേ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ ഒരു പോർഷൻ ഡ്രാഗണും വെച്ചിട്ടുണ്ട്. ഡ്രാഗണിൻ്റെ വെറൈറ്റികളാണ് കേട്ടോ നമ്മൾ അതിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഓരോ പോട്ടും ഓരോ വെറൈറ്റി ആയിട്ടാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലത്ത് കൂടുതൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങളിങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പോൾ ടെറസിൽ ഈ പ്ലാന്റ് വെച്ചിട്ട് ഒരു 3-4 വർഷമായി. നമ്മൾ ആദ്യമായിട്ട് ടെറസിലാണ് ചെയ്തു തുടങ്ങിയത്. കാരണം നമ്മുടെ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് പ്ലാന്റ് വയ്ക്കണം, അപ്പോൾ വയ്ക്കാൻ സ്ഥലമില്ല. ആ ഒരു രീതി വന്നപ്പോഴാണ് ഞങ്ങൾ ടെറസിൽ വെച്ച് തുടങ്ങിയത്. ഇപ്പം ഞങ്ങൾക്ക് നാംടോക്കി ഞങ്ങൾ ഇതിൽ വെച്ചപ്പോൾ നാംടോക്കി നന്നായിട്ട് കൊല കുത്തി കായ്ക്കും. അപ്പം ഒരു പ്രാവശ്യം കായ്ക്കുമ്പോൾ ഒരു കൊലയിൽ ഒരു 5-6 മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു കൊലയിൽ മാത്രമാണ് കേട്ടോ. അതുപോലെ തായ്വസ്തയിലും ഉണ്ട്, കാലാപ്പാടി 1.5 വർഷം കൊണ്ട് കായ്ക്കണ മാവാണ്. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് മാങ്ങകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം ഞങ്ങൾ മാങ്ങ പറിച്ചേ ഉള്ളൂ. ഇപ്പം ഇനിയിപ്പോൾ അതിൽ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ടായിട്ട് ഇപ്പം വെറൈറ്റീസ് ഒന്നും ഞാൻ സെയിൽ ചെയ്യുന്നില്ല. പക്ഷേ മലേഷ്യ റെഡ് നമ്മൾ ഓർഗാനിക്കായിട്ടാണ് ഫുള്ള് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കസ്റ്റമർ വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യത്തിനും നമ്മൾ ഉപയോഗിക്കും. രാത്രി 1-2 ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് മതി. വേറെ ഫുഡ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഭയങ്കര മെഡിസിൻ വാല്യൂ ആണ്, കൗണ്ട് കൂടാൻ നല്ലതാണ്, പ്രതിരോധശേഷി ഉണ്ട് നന്നായിട്ട്. ഹസ്ബൻഡിൻ്റെ പാഷനായിരുന്നു കൃഷി. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്ത് തുടങ്ങിയത് കേട്ടോ. പിന്നെ മക്കൾക്ക് നല്ല ഫ്രൂട്ട്സ് കൊടുക്കാം, ആ ഒരു രീതിയിൽ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം ആൾക്ക് ബിസിനസ്സാണ്, അന്നേരം ഫുൾ കെയർ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പം ഞാനതിന് സഹായിയായിട്ട് തുടങ്ങിയതാണ്. ഇപ്പം നമ്മുടെ ഈ ടെറസിൽ നിന്നാണെങ്കിൽ നമുക്ക് മാങ്ങ കിട്ടും, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടും. അതിപ്പോൾ പല വെറൈറ്റികളും നമ്മൾ ചെയ്തിരിക്കുന്ന കാരണം മസ്റ്റായിട്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഉണ്ടാവും. പിന്നെ പേരക്കയുടെ വെറൈറ്റികളുണ്ട്, നാരങ്ങയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോയി നാരങ്ങ വാങ്ങിക്കണ്ട, മാങ്ങ വാങ്ങിക്കണ്ട, അമ്പഴങ്ങ വാങ്ങിക്കണ്ട, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട് ഇട്ട് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് ഓർഗാനിക്കായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ച് തന്നെ ജ്യൂസ് അടിച്ച് അതൊരാൾക്ക് കൊടുക്കുമ്പോൾ ഉള്ള സന്തോഷം
അതൊരു ഭയങ്കര സന്തോഷമാണല്ലോ ആ ഒരു രീതിയിൽ. അത് നമ്മൾ ഈ ടെറസിൽ നിന്ന് മാത്രമല്ല നമുക്ക് അല്ലാതെ നമ്മൾ ഡ്രാഗൺ വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ പ്ലാവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ റംബൂട്ടാനുണ്ട്. ഇത് എൻ്റെ വീട്ടിലെ ടെറസിലെ പേരയാണ്. ഒരു പേരയാണ്, ഈ പേരയാണ് ഏറ്റവും ടേസ്റ്റി പേര. എൻ്റെ അഭിപ്രായത്തിൽ ജപ്പാൻ പേരയാണ് ഏറ്റവും ടേസ്റ്റി പേര. ഭയങ്കര ക്രിസ്പിയാണ്, നമുക്ക് നല്ല മധുരമാണ്, ഉള്ളു പിങ്ക് കളറിലിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് സെറ്റാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പക്ഷേ ഇതേ കായ പിടിച്ചിട്ടുണ്ട്. ഇത് കാട്ടിമ്മനാണ് കേട്ടോ മാവ്. ഇതിൽ നിന്ന് ഇന്ന് രാവിലെ ചാടിയതാണ് ഈ മാങ്ങ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. നല്ല മധുരമുണ്ട്. ഞങ്ങളിവിടെ ഓൾ സീസൺ എന്നും പറഞ്ഞൊരു മാവ് വച്ചിരുന്നു. പക്ഷെ അത് നമ്മുടെ പണ്ട് ഓൾ സീസൺ എന്നും പറഞ്ഞിറങ്ങുന്ന മാവായിരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ ഈ മാങ്ങ പതുക്കെ പൊള്ളിയ പോലെയാവും. അങ്ങനെയായിരുന്നു. അപ്പം അതിന് പകരം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി വാങ്ങിച്ചു വയ്ക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല ടേസ്റ്റിയാണ്. മീൻകുളത്തിൽ നിന്ന് ഡയറക്റ്റ് വെള്ളമാണ് കൃഷിസ്ഥലത്തിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മീനിൻ്റെ വേസ്റ്റുള്ള വെള്ളം നല്ലതാണല്ലോ, വളമാണല്ലോ, നല്ല വളമാണല്ലോ. ആ ഒരു രീതിയിൽ അങ്ങനെയാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തേക്കണേ. ആദ്യം ചിത്രലാടയായിരുന്നു, പിന്നെ തിലാപ്പിയ ചിത്രലാട. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം നമ്മൾ ഗൗരാമിയാണ് ഇത് ചെയ്യുന്നത്, ഇട്ടിരിക്കുന്നത്. അത് ചെറിയ കുഞ്ഞുങ്ങളാണ്, ഇപ്പം ഇട്ടിട്ട് അധികമായിട്ടില്ല. ഗൗരാമി ആകുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഫുഡ് കൊടുത്താൽ മതിയല്ലോ, ചേമ്പല അങ്ങനെയൊക്കെ കൊടുത്താൽ മതി. പിന്നെ ഈ സൈഡിന് ബോർഡറായിട്ട്, അല്ല ഈ സ്ഥലത്തിന് ബോർഡറായിട്ട് പൈനാപ്പിൾ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ബോർഡറായിട്ട് പല സ്ഥലങ്ങളും ഇങ്ങനെ കാണുമ്പോൾ, കാട് കയറി കാണുമ്പോൾ, ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാട് കയറി കിടക്കണ കാണുമ്പോൾ മക്കൾ വിചാരിക്കും, മക്കൾ അറിയോ, ഓ ഇത് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ കിട്ടണം, നല്ല സൂപ്പറായേനെന്ന്. ഇപ്പം ഞങ്ങൾ പകുതി സംഭവങ്ങൾ ഞങ്ങൾക്ക് പ്ലാന്റ് ചെയ്യാനുള്ളത് സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അത് എന്ത് ചെയ്യും എന്നുള്ള രീതിയിലിരിക്കുക. അപ്പം അങ്ങനെ അവർ പറയാറുണ്ട് ഇടയ്ക്ക്.